ഈ കൊടുങ്കാടില്ലേ, ഈ കൊടുങ്കാട്ടിൽ നിന്ന് നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മാനൊക്കെ കണ്ടില്ലേ ചാക്കം കൊണ്ട് കിടക്കണേ. മാനൊക്കെ എന്താണ് ഈ പറക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇതാണ് തോട്ടപ്പയർ. മാനൊക്കെ ഇതാ തോട്ടപ്പയർ പറക്കുകയാണ്. മാനൊക്കെ ഇതിപ്പോൾ എന്താ കിലോന് വില? ഇത് 900 വില ഉണ്ടെന്നാ പറഞ്ഞേക്കണ്. കണ്ടോ, ഇതാണ് ഈ തോട്ടപ്പയർ സാധനം. ഇതൊരു കിലോന് 900 ഉറുപ്പ്യാണ് ഇപ്പോൾ വില ഉള്ളത്. ഇത് മാനൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇങ്ങനെ പറിച്ചുകൊണ്ടിട്ട് ഇത് പറിച്ചുകൊണ്ടിട്ട് നമ്മളിത് വെയിലത്തിട്ടാണ് ചെയ്യുക. വെയിലത്ത് നമ്മൾ പ്ലാസ്റ്റിക്കിലോ അല്ലെങ്കിൽ ചാക്ക് വിരിച്ചിട്ടോ, വെറും അറപ്പായി വിരിച്ചാൽ നല്ലത്. പായി വിരിച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ അതിൽ, അപ്പോൾ അതിൽ പൊട്ടരാത്. അതിൽ പൊട്ടിയിട്ട് ഇതിൻ്റെ കുരു ചാടും, പരിപ്പ് ചാടും, മറ്റേ പൊട്ടിയായി കിടക്കും. അതെ, അങ്ങനെയാണിത് കുരുടുക്കണത്. ഇതാണല്ലേ, ഇതാണ് അതിന്റെ പരിപ്പ്. ഉലുവേനെ പോലെയാണ് ഇതിന്റെ പരിപ്പ്. കണ്ടോ, ഇത് 1 കിലോനായാലാണ് ഏകദേശം 900 രൂപ വില ഉള്ളത്. കണ്ടോ, ഇങ്ങനത്തെ മൂത്ത കുരു വേണം പറിക്കാൻ. അപ്പോൾ ഞാനത് പറിച്ചിട്ട് ഞാനിത് കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പൈസ വാങ്ങണ കാണിച്ചു തരട്ടോ. ഞാൻ മാനാക്കാൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇങ്ങനെ വെറുതെ പിടിച്ചാൽ തന്നെ കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ അത് നഷ്ടമാണ് നമുക്ക്, പൊട്ടിത്തെറിച്ച് വിത്ത് പോവുകയാണ്. അപ്പോൾ അതൊരു കവറിലാകട്ടെ കേട്ടോ. പൈസ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ ഇറങ്ങണമല്ലേ? പൈസ ഉണ്ടാക്കണമെങ്കിൽ ഒരു കാര്യം നമ്മൾ മുന്നിലേക്ക് ഇറങ്ങണം. അത് ഈ മടുത്ത് വെക്കുന്നവർക്കില്ല പണിയത്. അതെ, ഓരോരുത്തർ നയിപ്പ് കണ്ടിട്ട് ഓരോരുത്തരെ കൊല്ല വിയർപ്പും കിട്ടിക്കഴിഞ്ഞാൽ അത് പീഡിയാക്കൊലയുമ്പോൾ കുത്തന്നെ ആ ചങ്ങായിക്ക് ഒരു ഒഴിവുമില്ല. ആ ചങ്ങായി കണ്ടില്ലേ, ആർക്കോ അങ്ങനെ നയിച്ചാണ്. ഇത് പറഞ്ഞുങ്ങാണ്ട് പീഡിയാക്കൊലയുമ്പോൾ കുത്തന്നെ കണ്ട് വല്യർത്താനം പറയാൻ പറ്റിയ ആൾക്കാർക്ക് പറ്റിയ പണിയത്. പൈസ ആർക്കും ഉണ്ടാക്കാം. ഇത് കണ്ടോലെ തൊടുന്ന് കാട്ടുന്നാ പറിച്ചത്. അതെ, കണ്ടില്ലേ, കൊടും കാടാണ്, ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് നിന്നാണ് ഇത് പറിക്കണേ. കണ്ടില്ലേ, നിൽക്കണ സ്ഥലം കണ്ടില്ലേ, ഉണ്ടാവും സാധനം. പക്ഷെ അമ്മാരി സ്ഥലത്തോടെ തെരഞ്ഞു നോക്കണം, അപ്പോഴേ കിട്ടുള്ളൂ. അതെ, നമ്മുടെ നാളികേരം പൊളി ഏകദേശം തീരാനായിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ആ കാട്ടിൽ ഞങ്ങൾ ഈ തോട്ടപ്പയർ കണ്ടത്. അപ്പോൾ എനിക്കിത് ഇത്രയും തോട്ടപ്പയറാണ് കിട്ടിയിട്ടുള്ളത്. മാനാക്കിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ മാനാക്കിക്ക് കൊടുക്കണത്. മാനാക്ക കൊണ്ടുപോയിട്ട് പൈസ ഉണ്ടാകട്ടെ. കാരണം ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ രണ്ടാൾക്കും ഉണ്ടാവില്ല, തികയില്ല. അപ്പോൾ അത് മാനാക്കിക്ക് കൊടുത്തു ഞാൻ. ഏകദേശം അത് ഉണങ്ങി തൂക്കിയാൽ ഏകദേശം 1 കിലോൻ്റെ അടുത്ത് വരും. അപ്പോൾ നമ്മളിത് മാനാക്കിക്ക് സംഭാവന കൊടുക്കണം. എന്താ മാനാക്ക, നമ്മളാകെ തോട്ടപ്പയർ കിടക്കട്ടെ അല്ലേ. നാളികേരം ഇങ്ങനെ പൊളിച്ച് 500 എണ്ണ ഇങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. ബാക്കി അത് എണ്ണല്ലാണ്. പരിപാടികൾ ഇതൊക്കെയാണ് നമ്മളെ. അല്ല, വെറുതെ എന്നാൽ പൈസ ഉണ്ടാവില്ല അല്ല മാനാക്ക. ഇതേപോലെ കാടും മലയും കയറി ഇറങ്ങണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.